ഗൈസ് നമ്മൾ കൊഞ്ചെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇതാണ് നമ്മൾ ഈ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ. അത് പ്രത്യേകതയൊന്നുമില്ല. ചട്ടി അങ്ങോട്ട് വെക്കാം. നമ്മുടെ ചട്ടി കൊണ്ട് വെക്കാം ഗൈസ്. കത്തിച്ചിട്ടുണ്ട്. ഇതുണ്ടാ ഗൈസ്, നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ഐസ് പോലായി. ഇവിടുത്തെ കാലാവസ്ഥ ഉണക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഫസ്റ്റ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കണം. വെളിച്ചെണ്ണ ചൂടാവട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് കടുകിട്ട് ടപ്പെന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കേ. അടുത്തായി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി കൂടെ കട്ട് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. വാടി വരണം. അടുത്തായി നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യാം. സോറി, സവാള ഗൈസ്, സവാള മാറിപ്പോയി, ക്ഷമിക്കണം. നമ്മൾ ആകണമെന്ന് കൊഞ്ചിന്ന് നമ്മൾ പകുതി എടുത്തോളൂ. നമ്മൾ കുറച്ച് ഉപ്പിട്ടിടുക, ഒന്ന് വാടാൻ വേണ്ടി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിടുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് വാടി വെച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പം വാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ നമുക്കൊന്ന് വാഴണം. എന്നാലേ ആ ഒരു റോസ്റ്റിനൊരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. വാടിയില്ല, വാഴട്ടെ. അപ്പം നമുക്ക് പകുതി വേവായിട്ടുള്ള സവാള നമുക്ക് അതിലേക്ക് നമ്മുടെ കൊഞ്ചുക്കുട്ടനെ ഇങ്ങനെ കൊടുക്കാം. ഇത് വരണ്ടാവും, എനിക്ക് വേവുണ്ടാവും. അത് മഞ്ഞത്തോടെ നമുക്ക് എടുത്തിടാം. ഇപ്പം മഞ്ഞപ്പൊടി മതി. നമുക്കടുത്ത തക്കാളി ഒന്ന് വാടാൻ കൊടുക്കും. എന്നിട്ട് നമുക്ക് മസാലകൾ ചേർക്കാം. അതായിരിക്കും നല്ലത്. നമുക്കതിൽ കുറച്ച് മുളക് പൊടി മസാല ചേർക്കാം. നമുക്കൊരു സ്പൂൺ മുളക് പൊടി മതി. 1 സ്പൂൺ വേണമെന്നില്ല, എന്നാലും കാശ്മീരിയാണ്, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തായിരുന്നു, നമുക്ക് വേവിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. അല്പം നമുക്ക് മസാല ആഡ് കൊടുക്കാം. ഗരം മസാല അതിൻ്റെ ആവശ്യമുള്ളൂ, ശകല ആവശ്യമുള്ളൂ. ഒരുപാടിട്ട് നമ്മൾ നശിപ്പിക്കണം. ഉള്ളിപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. അടുത്തായി നമുക്ക് കുറച്ച് കുരുമുളക് കൂടെ, പൊടിച്ച കുരുമുളക്
തക്കാളി നല്ലപോലെ ഉടച്ച് മസാല നല്ലപോലെ വേവിച്ചെടുക്കണം. വെള്ളമോടെ നമുക്കിനി അല്പം വെള്ളമോടെ ആഡ് ചെയ്യും. ശകലം മതി ആ മസാല ഒന്ന് വെന്ത് കിട്ടാൻ. ആ കുരുമുളകിൻ്റെയും മസാലയുടെ ആ മണം കിടുവാണ്. പ്ലീസ് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് കിടുവായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. കേസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു കൊഞ്ച് പകുതി കുടിച്ചിട്ടേക്കോ. കൊള്ളാൻ കിടുവാണ്. ചപ്പാത്തിയായിട്ട് സൂപ്പറായിട്ടിരിക്കും. ചേട്ടാ